Hello friends, ഇന്ന് നമുക്ക് ഒരു ഡാറ്റാബേസിന്റെ ബാക്കപ്പ് എങ്ങനെ എടുക്കാം, എങ്ങനെ അത് നമുക്കൊരു വേറൊരു ഡാറ്റാബേസിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡാറ്റാബേസിലേക്ക് സാമ്പിൾ ഡി ബി പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ്, അപ്പോൾ അതിൽ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ സെൽഫ് കസ്റ്റമർ. ഓക്കെ, അതിൽ ഓൾറെഡി ഡാറ്റ ഉണ്ട്. നമുക്കെന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കപ്പ് എടുക്കണം. അങ്ങനെ എടുക്കാൻ നോക്കാം. ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ടാസ്കിൽ പോവാം, ബാക്കപ്പ്. ഡിഫോൾട്ട് പാത്ത് വന്നെടുക്കാം, നമുക്കത് മാറ്റിയിട്ട് നമ്മുടേതായ പാത്തുകൾ കൊടുക്കാം. എനിക്ക് വേണ്ടത് എച്ചിൽ ഡെമോ ഡി ബിസിൽ ഞാൻ ബാക്കപ്പിലാണ് അതിലേക്കാണ് എനിക്ക് എൻ്റെ ബാക്കപ്പ് വേണ്ടത്. ഓക്കെ, ഈ പാത്തിലേക്കാണ് എനിക്ക് ഡെമോ ഡി ബി ബാക്കപ്പ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പേര് പറയാം, സാമ്പിൾ ഡി ബി. ഇതിൻ്റെ പേര് കൊടുക്കാം, നമുക്ക് ഡേറ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബാക്കപ്പ് ഡോട്ട് ബാക്ക്, അതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, ജസ്റ്റ് ഓക്കെ 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 എന്ന് വെച്ചാൽ ഈ സാമ്പിൾ ഡിബിയുടെ ബാക്കപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം, കണ്ടോ, നമ്മളെടുത്ത ഡാറ്റാബേസിന്റെ ബാക്കപ്പ് ഇവിടെ വന്നിട്ടുണ്ട്, സാമ്പിൾ ഡിബി അണ്ടർസ്കോർ ബാക്കപ്പ്. ഓക്കെ, ഇനി എന്താ വേണ്ടത്, എനിക്ക് വേണ്ടത് നമുക്ക് വേറൊരു ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ട് ആ ഡാറ്റാബേസിലേക്ക് ആ ഫയലിന് ഈ ഡാറ്റാബേസിലുള്ള കണ്ടന്റ് നമുക്ക് റീസ്റ്റോർ ചെയ്യണം. വേണ്ടി നമ്മളൊരു ഡാറ്റാബേസ് ഉണ്ടാക്കാം, സാമ്പിൾ ഡി ബി ന്യൂ. ഈ പാത്ത് നമുക്ക് ഡിഫോൾട്ട് പാത്ത് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഡെമോ ഡി ബിസിലുള്ള ഡാറ്റ നമുക്ക് കൊണ്ടുവന്നേക്കാം. ഓക്കെ, ഇതിൻ്റെ എം ഡി എഫ് ഫയലും എൽ ഡി എഫ് ഫയലും ഈ പാത്തിൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് എം ഡി ഫയലിൻ്റെ ഇത് എൻ്റെ ലോഗ് ഫയലാണ്. അപ്പോൾ ആ പാത്ത് കാണുമ്പോൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഓക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫയൽസും നോക്കാം. ഡാറ്റ സാമ്പിൾ ഡി ബി ഓൾറെഡി ഉള്ളതാണ്, സാമ്പിൾ ഡി ബി കൊണ്ട് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൻ്റെ എം ഡി എഫും എൽ ഡി എഫും ഫയലുകൾ അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതിൽ നോക്കുമ്പോൾ ഡാറ്റകളൊന്നുമില്ല അല്ലേ, നമുക്ക് ആ സാമ്പിൾ ഡി ബിയിലുള്ള കണ്ടന്റുകളെ നമുക്ക് ഇതിലേക്ക് റീസ്റ്റോർ ചെയ്യണം. അതെങ്ങനെ ചെയ്യാമോ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടാസ്ക് റീസ്റ്റോർ ഡാറ്റാബേസ്, ഡിവൈസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ബാക്കപ്പ് അതിൻ്റെ പാത്ത് സെലക്ട്. ബാക്കപ്പ്, ഇതാണ് നമ്മുടെ ബാക്കപ്പ് പാത്ത്. അപ്പോൾ ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു.
ഓക്കെ അടിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സോഴ്സ്. ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ ഫയലിൻ്റെ പാത്ത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ഇതിലേക്കാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യേണ്ടത്. അത് സാമ്പിൾ ഡി വി ന്യൂ ആണ്. ഓക്കെ, പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസ്. ഓക്കെ, ഈ ഫയൽസിൽ പോയിട്ട് അതിൻ്റെ MDF LDF ഫയൽസ് ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക. ഓക്കെ, സാമ്പിൾ ഡി ബി ന്യൂ, സാമ്പിൾ ഡി ബി ന്യൂ. ഓക്കെ, അത് കറക്റ്റാണ്. നമ്മൾ ഓപ്ഷൻസിൽ പോവുക. ഓക്കെ, ഇതിൽ ഓവർറൈറ്റ് എക്സിസ്റ്റിംഗ് വിത്ത് ഓവർറൈറ്റ് ദ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഓക്കെ. ഓക്കെ ഓക്കെ, ഇപ്പോൾ സക്സസ്ഫുള്ളി ആയിട്ട് റീസ്റ്റോർ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. ടേബിൾസിൽ പോകാം. കണ്ടോ, ആ കസ്റ്റമർ ഡീറ്റെയിൽസ് കൂടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഗൈസ്.